ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്ന അബോവ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിസ്, അതായത് 4.2 to 4.4 മീറ്റേഴ്സിനിടയിൽ ലെങ്ത് വരുന്ന വാഹനങ്ങളുടെ സെയിലാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടോട്ടൽ 14 വാഹനങ്ങളുണ്ട്. ആൻഡ് എപ്പോഴത്തെ പോലെ തന്നെ ലാസ്റ്റ് പൊസിഷനിൽ 14th നിൽക്കുന്ന എപ്പോഴും സിട്രോയിൻ്റെ വാഹനമായിരിക്കും. സിട്രോയിൻ്റെ C3 എയർക്രോസ് ആണ് ഇപ്രാവശ്യം അവിടെ നിൽക്കുന്നത്. ചില സമയങ്ങളിൽ ബസാൾട്ട് ആയിരിക്കും, ചില സമയങ്ങളിൽ എയർക്രോസ് ആയിരിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസം വരാറുണ്ട്. പക്ഷേ എന്തായാലും ഇവരുടെ രണ്ടിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. കഴിഞ്ഞ മാസം 49 വാഹനങ്ങളുടെ സെയിലാണ് എയർക്രോസിന് ലഭിച്ചത്. 2025 മെയ്, അതായത് മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം ഇതിന് 66 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. സോ 17 വാഹനങ്ങളുടെ വ്യത്യാസവും 25.76% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഇത്. ഇനി 13th പൊസിഷനിൽ ചിലപ്പോൾ നിങ്ങൾ ബസാൾട്ട് ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഇപ്രാവശ്യത്തെ കേസിൽ എന്തായാലും അങ്ങനെയല്ല. സാധാരണ പൊതുവെ അങ്ങനെയായിരുന്നു ആവാറുള്ളത്. ഏറ്റവും താഴെ ഒന്നേ ബസാൾട്ട് ആയിരിക്കും, 13th പൊസിഷനിൽ എയർക്രോസ് ആയിരിക്കും, അല്ലെങ്കിൽ 14th പൊസിഷനിൽ എയർക്രോസ് ആയിരിക്കും, അതിൻ്റെ മുകളിൽ ബസാൾട്ട് ആയിരിക്കും. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം 13th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ MGയുടെ ആസ്റ്റർ ആണ്. ഇതിൻ്റെ സെയിൽ വല്ലാതെ താഴത്തേക്ക് വീഴാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ജസ്റ്റ് 66 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇന്ന് ലഭിച്ചിട്ടുള്ളൂ. മെയ് 2025, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 84 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 18 വണ്ടികളുടെ വ്യത്യാസം 21.43% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയും കൂടിയാണ് ഇത്. ഇതിപ്പോൾ ഇതിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ വണ്ടി ഇറങ്ങിയ കാലം തൊട്ട് തന്നെ അങ്ങനെ ഭയങ്കര വലിയ സെയിലൊന്നും ഇല്ലായിരുന്നു. 1000 to 1500 അടുത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കാലക്രമേണ പതുക്കെ സെയിൽ കുറഞ്ഞ് ഇപ്പോൾ ഏകദേശം ഈ ഒരവസ്ഥയായി. അപ്പോൾ പിന്നെ ബസാൾട്ട് എവിടെയാണ് നിൽക്കുന്നത്, അത് ഒരുപാട് മുകളിലേക്ക് പോയോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. അടുത്ത 12th പൊസിഷനിൽ തന്നെ ബസാൾട്ട് നിൽപ്പുണ്ട്. 214 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. ഇതിന് മുന്നേയുള്ള കാലങ്ങളിലെ സെയിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം മെയ് മാസത്തിൽ 95 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ 119 വാഹനങ്ങളുടെ വ്യത്യാസം 125.26% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മന്ത് ഓൺ മന്ത് പെർസെൻറ്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഒരു സംശയമില്ല ഇത് തന്നെയാണ്. അത് പക്ഷേ ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് പെർസെൻറ്റേജ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല. 200-നടുത്തൊക്കെ വണ്ടി വിൽക്കുക എന്ന് പറയുന്നത് സിട്രോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. ഇവർക്ക് പിന്നെ വണ്ടി അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് വിൽക്കണമെന്നൊന്നുമില്ല. കൂടുതലും അവരിവിടെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് അയക്കുന്നുണ്ട്. ഇവിടെ തന്നെ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്തും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവരുടെ മെയിൻ ബിസിനസ്. അല്ലാതെ ഇന്ത്യയിൽ വണ്ടി വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയൊന്നും സിട്രോയിൻ ഇപ്പോൾ നിലവിലില്ല. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV 400 ഇലക്ട്രിക് ആണ്. ഇതിപ്പം ഏകദേശം മരിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ് ഇപ്പോൾ ഈ വണ്ടി. ഈവൻ നമ്മൾ ബാക്കിയുള്ള മഹീന്ദ്രയുടെ EVs നോക്കുകയാണെങ്കിലും അതിനേക്കാൾ ടെക്നോളജിക്കലിയൊക്കെ ഒരുപാട് പുറകിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 231 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. അത് തന്നെ സത്യം പറഞ്ഞാൽ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മെയ് 2025, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 287 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 56 വാഹനങ്ങളുടെ വ്യത്യാസവും 19.51% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഡീഗ്രോത്ത് വന്നു എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നുമില്ല. സെയിലും ഇനിയിപ്പോൾ ഈ വണ്ടി മൊത്തം മാറും, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത നമ്മുടെ 10th പൊസിഷൻ നിൽക്കുന്ന വാഹനം MGയുടെ ZS EV ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 317 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മെയ് 2025 360 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. 43 വണ്ടികളുടെ വ്യത്യാസം 11.94% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കോമ്പറ്റീഷനിൽ വേറെ വണ്ടികളുണ്ട്. ഈവൻ MGയുടെ തന്നെ വിൻസർ EV ആണെങ്കിൽ പോലും കുറച്ചും കൂടെ ബിഗർ ബാറ്ററി പാക്ക് വെച്ച് നമുക്ക് അതിനേക്കാൾ വില കുറഞ്ഞ് കിട്ടുന്നുണ്ട്. സോ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അതാണ് പ്രിഫർ ചെയ്യുന്നത്. ZS EV ഒരുപാട് ആൾക്കാർ വാങ്ങാറില്ല. പക്ഷേ ഇതിൻ്റെ പുതിയ മോഡലും അധികം വൈകാതെ തന്നെ വരും. അപ്പോൾ എന്തായാലും സെയിൽ പിന്നെയും കൂടിക്കോളും. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷൻ നിൽക്കുന്ന വാഹനം സ്കോഡ കുഷാക്ക് ആണ്. കയ്യിലൊക്കെ വന്നപ്പോൾ തൊട്ട് സെയിൽ പറയാൻ തുടങ്ങിയൊരു വണ്ടിയാണ് കുഷാക്ക്. അതുകൊണ്ട് ഒരു ഇതിനകത്ത് ഓഫേഴ്സൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 792 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. മെയ് മാസത്തിൽ 644 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ 148 വാഹനങ്ങളുടെ വ്യത്യാസം 22.98% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കുഷാക്ക്. ഇതിപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. എന്തായാലും ഒരു ഫേസ് ലിഫ്റ്റിൽ ഇപ്പം നമ്മുടെ സ്കോഡയും ഫോക്സ് ആയാലും രണ്ട് കമ്പനികളും ഇവരുടെ എക്സിസ്റ്റിംഗ് ഈ 2.0 വണ്ടികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെയും സെയിൽ കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ കേസിൽ മാത്രമല്ല, ടൈഗോണിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ടൈഗോൺ എന്തായാലും ഇപ്പോൾ ഫോക്സ് വാഗൺ ഒരു സബ് 4 മീറ്റർ SUV ഇല്ലാത്തതുകൊണ്ട് കുഷാക്കിൻ്റെ അത്രയും സെയിൽ കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 1168 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയതാണ്. മെയ് മാസത്തിലാണെങ്കിലും 1126 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. അതുകൊണ്ട് 42 വണ്ടികളുടെ വ്യത്യാസവും 3.73% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. വലിയ സെയിലൊന്നും ഇല്ല, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് 1200-നടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, കുഷാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ്. ഇനി നമ്മുടെ അടുത്ത
അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ BE6 ആണ്. ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നെങ്കിലും പിന്നീട് ആൾക്കാർ കൂടുതൽ XEV ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതിന് മിക്ക മാസങ്ങളിൽ ഏകദേശം 1200-നടുത്താണ് സെയിൽ കിട്ടാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മാസം 1203 വാഹനങ്ങളുടെ സെയിൽ, മെയ് മാസത്തിൽ 1206 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. വെറും 3 വണ്ടികളുടെ വ്യത്യാസം 0.25% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ തന്നെയാണ് ഈ വാഹനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. പക്ഷേ XEV-ന് എനിക്ക് 2000-നടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ആയിട്ട് സെയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഹോണ്ട എലവേറ്റ് ആണ്. ഈ വണ്ടിയുടെയും സെയിൽ അത്യാവശ്യം നന്നായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് 2023 ഇറങ്ങിയ സമയത്ത് 4000-5000 വെച്ചൊക്കെ സെയിൽ വന്നുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ വർഷം 3000 വരെയൊക്കെ സെയിൽ സുഖമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ എന്തായാലും ഈ വർഷം ആയപ്പോഴേക്കും പിന്നെയും നന്നായിട്ട് ഡ്രോപ്പ് ചെയ്തു. 1635 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. ആൻഡ് മെയ് മാസത്തിൽ 1461 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 174 വാഹനങ്ങളുടെ വ്യത്യാസവും 11.91% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ മന്ത് ഓൺ മന്തിൽ ചെറിയ ഗ്രോത്ത് ഉണ്ടെങ്കിലും 1500-നടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് ഈ വാഹനത്തിന് സെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വളരെ ഇമ്പ്രസീവായിട്ട് പറയാനില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ടാറ്റ കെർവിൻ്റെ അവസ്ഥയും. 5th പൊസിഷനിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഇതിന് കഴിഞ്ഞ മാസം 2060 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മെയ് മാസത്തിൽ 3063 വാഹനങ്ങളുടെ സെയിലുകളും കിട്ടിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ വർഷം വണ്ടി ഇറങ്ങിയ സമയത്ത് 4000-5000 ആയിട്ട് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കുറഞ്ഞ് 2000-നടുത്തോട്ടെത്തി. 1003 വാഹനങ്ങളുടെ വ്യത്യാസം 32.75% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് % ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് കെർവ്. മിക്കവാറും ഹാരിയർ EV വന്നതുകൊണ്ട് EV വാഹനങ്ങളുടെ കെർവിൻ്റെ സെയിൽ നന്നായിട്ട് ഡ്രോപ്പായി കാണും. പിന്നെ ഈ കോമ്പറ്റീഷനിലാണെങ്കിലും ഈ സെഗ്മെൻറ്റ് ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. അതുകൊണ്ട് കെർവ് ഇപ്പോൾ അധികം ആൾക്കാരൊന്നും പ്രിഫർ ചെയ്യുന്നില്ല. നമ്മുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം കിയയുടെ സെൽറ്റോസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 5225 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മെയ് മാസത്തിൽ 6082 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 857 വാഹനങ്ങളുടെ വ്യത്യാസവും 14.09% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഡീഗ്രോത്ത് കുറച്ച് കൂടുതലാണ്. പക്ഷേ കിയ കഴിഞ്ഞ മാസം കൂടുതലും ക്ലാവിസിൻ്റെ സെയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിന് 7000-ന് മുകളിൽ സെയിൽ ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെൽറ്റോസ് ആയിക്കോട്ടെ, സെറോസിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറച്ചു. 2000-നടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ സോണറ്റ് ആണെങ്കിലും 5000-6000 ആ റേഞ്ചൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മുടെ അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഗ്രാൻഡ് വിറ്റാരയാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 6828 വാഹനങ്ങൾ സെയിലാണ് വന്നത്. മെയിൽ അതിലും കുറവായിരുന്നു, 5197 ഉണ്ടായിരുന്നുള്ളൂ. 1631 വാഹനങ്ങളുടെ വ്യത്യാസവും 31.38% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടെയാണ് ഇത്. പക്ഷേ മിക്ക മാസങ്ങളിലും ഹൈ റൈഡറിന് ഇതിനേക്കാൾ സെയിൽ കുറവാണ് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ മാസം അക്കാര്യത്തിലൊരു വ്യത്യാസം വന്നിരിക്കുകയാണ്. ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ അവർ ഹൈ റൈഡറിനേക്കാൾ ഇത്തിരി കൂടെ കുറവായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹൈ റൈഡറാണ്. ഇതിന് കഴിഞ്ഞ മാസം 7462 വാഹനങ്ങളുടെ സെയിൽ വന്നിട്ടുണ്ട്. മെയ് മാസത്തിൽ 7573 വാഹനങ്ങളുടെ സെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ 2 മാസമായിട്ട് കോൺസ്റ്റൻ്റ്ലി അവർ ഹൈ റൈഡറിൻ്റെ പ്രൊഡക്ഷനാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. 111 വാഹനങ്ങളുടെ വ്യത്യാസം 1.47% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉള്ളൂ. അത് ചിലപ്പോൾ ഹൈ റൈഡറിന് ഇത്തിരി ഡിമാൻഡ് കുറച്ചധികം കൂടിയതുകൊണ്ടും അവർക്ക് അതിനനുസരിച്ച് വണ്ടികൾ ഡെലിവറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു നീക്കത്തിലേക്ക് എത്തിയത്. സാധാരണ ഇപ്പോഴും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് 10,000-ന് അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ സെയിൽ വരാറുള്ളതാണ്. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഇതിന് കഴിഞ്ഞ മാസം 15786 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. മെയ് മാസത്തിൽ 14860 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 926 വാഹനങ്ങളുടെ വ്യത്യാസം 6.23% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1.2 മില്യൺ ക്രെറ്റോളം ഹ്യുണ്ടായി വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടിപ്പോൾ ഞാനായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ സെയിലൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇത്രയും കാലമായിട്ട് നല്ല രീതിയിൽ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.